ഇടക്കിര വേണോ ഒന്ന് വാടാ ദുബായ്ക്കാരാ. എടാ ദേ നോക്കി. ചേട്ടാ ഞാൻ പറഞ്ഞു ഒന്ന് വിശ്വസിക്ക്, ഇതൊരു മോഷണമല്ല, ഒരു നേർച്ചയാ. നേർച്ചയോ? ചേട്ടാ ഇതാ അവന്മാരല്ലേ, അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. വണ്ടി ഒതുക്കി. എന്താണ് പ്രശ്നം? എടാ ഞങ്ങളിവിടെ ഡീസലായിട്ട് വാഴവട്ട വന്നപ്പോഴേ ഈ കള്ളൻ നമ്മുടെ കുമാരേട്ടന്റെ ജനന്റെ കമ്പി ഇറക്കണ്. എടാ ഉണ്ണി, ആ നേർച്ച മുടങ്ങി എന്നെ പിന്നെയും മുക്കി. എടാ അച്ചപ്പന്റെ പഴം ഒന്നുകൂടെ കിട്ടൂടാ. ഇവനേതാ? നമ്മുടെ കൂപ്പിച്ചേണ്ട കൊച്ചിന്റെ മാല മുടിച്ചവന. പരിചയം ഞാൻ ഇപ്പോഴാണ് ഇവനെ കാണുന്നേ. എനിക്കും അറിയത്തില്ല കേട്ടോ. ബിലീവബിൾ. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ എന്തായാലും ഇവനെയും കൊണ്ട് സ്റ്റേഷനിൽ പോവാം. ഇവനെ കൂടി ഡ്രോപ്പ് ചെയ്യാം. കേരള വണ്ടിയില് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോണ്ടാ. പ്രകാശം പറയട്ടെ എല്ലാം ചെയ്ത്. എന്താടാ പ്രകാശിന്റെ പ്ലാൻ? പറയാം. തിരുവോണത്തിന് അസോസിയേഷൻ നടക്കുന്ന ഓണപ്പരിപാടിക്ക് ഞാൻ അവിടെ കാർച്ച് നടക്കും. എന്നെ കണ്ടവന്മാര് ഞെട്ടിത്തെറിക്കുന്നു. ഞാനാണ് അവരുടെ ഓണപ്പരിപാടി സ്പോൺസർ എന്ന് പറഞ്ഞ് അവരെ അന്തവും വിട്ട് കുന്തവും വിഴുങ്ങി നിൽക്കുന്നു. അവന്മാര് തന്നെ എനിക്ക് പൂമാല ഇടുന്നു, പൂച്ചടം തെറ്റും സ്വീകരിക്കുന്നു. അയ്യോ ഇന്നലെ ഞാൻ അവന്മാർ മുന്നേ ഓണം ആഘോഷിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അഴിഞ്ഞാടുന്നു, അർമാദിക്കുന്നു. ഈ സമയം ഞാൻ സെറ്റ് ചെയ്ത് വിട്ട മടനേക്കളം മോശം നടത്തുന്നു, പിടിക്കപ്പെടുന്നു. കൊക്കികളെ അവന്മാരെല്ലാം കൂടെ നന്നായിട്ട് പെരുമാറുന്നു. ഈ സമയം ഞാൻ തന്ന സ്പെഷ്യൽ ഉണ്ട കലവറിലെ പായസത്തെ കൊണ്ട് നീടുന്നു. ബോധം പോകാനുള്ള ഉണ്ടിട്ട പായസം അമ്മ അടിച്ച് കയറ്റി വാടിച്ച് നാക്കി കുടിക്കുന്നു. അവിടെയുള്ളവരെല്ലാം പായസം കുടിച്ചതിന് ശേഷം അവന്മാരുടെ എല്ലാം ബോധം കിടാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. ബോധം പോയി ഫ്ലൈറ്റ് ആയി കിടക്കുന്ന അവന്മാരുടെ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മളോട് സ്ഥലം വിടുന്നു.